തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പാലക്കാട് ബി.ജെ.പിക്കിടയിലെ അടി തീർന്നിട്ടില്ല. അതിന്റെ ബാക്കിപത്രമായി പാലക്കാട് നഗരസഭയിൽ കയ്യാങ്കളിയും. നഗരസഭാ യോഗത്തിനിടെയാണ് തർക്കമുണ്ടായത്. ഉപതിരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലിയാണ് തർക്കം ഉണ്ടായിരിക്കുന്നത്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലായിരുന്നു വാക്കേറ്റവും കയ്യാങ്കളിയും. ബി.ജെ.പി വോട്ട് എവിടെ പോയെന്ന് CPM കൗൺസിലർ ചോദിച്ചതോടെയാണ് തർക്കം ഉടലെടുത്തത്. ബി.ജെ.പി ആഭ്യന്തര കാര്യം ചോദിക്കാൻ CPMന് എന്ത് അധികാരമെന്നാണ് ബി.ജെ.പി അംഗങ്ങൾ ചോദിച്ചത്. ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അംഗങ്ങളോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും തർക്കം കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയായിരുന്നുവെന്നും CPM അംഗങ്ങളും ചെയർപേഴ്സണും തമ്മിൽ വാക്ക് തർക്കമുണ്ടായെന്നും ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. എല്ലാവർക്കും സംസാരിക്കാൻ അവസരം നൽകിയിട്ടുണ്ടെന്നും തർക്കിക്കാൻ വരേണ്ടെന്നുമാണ് ചെയർപേഴ്സൺ പറഞ്ഞത്. UDFിലെ കൗൺസിലർമാരെ ചർച്ചയ്ക്ക് വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടും തർക്കമുണ്ടായി. ഇതിനിടെ അംഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി. ചെയർപേഴ്സണെതിരെ CPM അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി. പിന്നാലെ ബി.ജെ.പി അംഗങ്ങളും നടുത്തളത്തിൽ ഇറങ്ങുകയായിരുന്നു. ബി.ജെ.പി ദേശീയ നിർവാഹക സമിതി അംഗം N ശിവരാജനും കോൺഗ്രസ് അംഗം മൻസൂറും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. 3 പാർട്ടിയിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയതായാണ് വിവരം. അതിനിടെ ഉപതിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി നൽകി മുൻ വയനാട് ജില്ലാ പ്രസിഡന്റ് രാജിവെച്ചതും ശ്രദ്ധേയമായി. KP മധുവാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയിട്ടത്. 2 ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് യാതൊരു തരത്തിലും മുന്നോട്ടു പോകാൻ തരത്തിലുള്ള രീതിയിലാണ് കേരളത്തിലെ ബി.ജെ.പി ഉള്ളത്. ഇതിൽ വലിയ അമർഷവും സങ്കടവുമുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കിയ ശേഷം ഞാൻ അസുഖബാധിതനായിരുന്നു. ആ സമയത്ത് പാർട്ടിയിലെ ആരും തിരിഞ്ഞു നോക്കിയില്ല. സംസ്ഥാന നേതാക്കൾ ആരും തന്നെ ഫോൺ പോലും വിളിച്ചിട്ടില്ല. മാറ്റി നിർത്തിയ ശേഷം തീർത്തും അവഗണിക്കുകയായിരുന്നു. പാർട്ടിയിലെ പ്രശ്നങ്ങൾക്ക് കൂടെ സമാധാനം പറയേണ്ട അവസ്ഥ വന്നു. അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നടക്കം രാജിവെക്കാൻ തീരുമാനിച്ചതെന്നാണ് നേതാവ് പറഞ്ഞത്. സത്യത്തിൽ ഇപ്പോഴും പാലക്കാട്ടെ തിരിച്ചടിയുടെ ഞെട്ടലിലാണ് ബി.ജെ.പി ക്യാമ്പ്. ശക്തി കേന്ദ്രമായ നഗരസഭയിലടക്കം വലിയ വോട്ട് നഷ്ടമാണ് പാർട്ടിക്കുണ്ടായത്. ഏകദേശം 10,000-ഓളം വോട്ടാണ് നഗരസഭാ പരിധിയിൽ ബി.ജെ.പിക്ക് നഷ്ടമായത്. അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനുമെതിരെ പാർട്ടിയിൽ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് ഏറ്റവും വിജയസാധ്യതയുള്ള മണ്ഡലമായ പാലക്കാട് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇത്തവണ അട്ടിമറി ഉണ്ടാക്കാമെന്നായിരുന്നു നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. മത്സരിച്ചിടത്തെല്ലാം വോട്ടുയർത്തിയ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകട്ടെ എന്ന നിർദ്ദേശമാണ് തുടക്കം മുതൽ ഉയർന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിനായി പാർട്ടി നടത്തിയ ആഭ്യന്തര സർവേയിലും ശോഭയ്ക്കായിരുന്നു മുൻതൂക്കം. എന്നാൽ K സുരേന്ദ്രപക്ഷം ശോഭയെ മത്സരിപ്പിക്കുന്നതിനെ ശക്തമായി തന്നെ എതിർത്തു. C കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചു. പാർട്ടിക്കുള്ളിൽ വലിയ അതൃപ്തിക്കാണ് ഇത് കാരണമായത്. C കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ തന്നെ ശോഭാപക്ഷത്തെ നേതാക്കൾ പരസ്യമായി തങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിച്ചു. ശോഭാ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്നും ആദ്യ ദിവസങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ നേതൃത്വം ഇടപെട്ടാണ് അവരെ അനുനയിപ്പിച്ചത്. ഇതിനിടയിലാണ് K കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ സന്ദീപ് വാര്യർ അടുത്ത വെടിപൊട്ടിച്ചത്. പാലക്കാട് ബി.ജെ.പിയെ കൃഷ്ണകുമാറും ഭാര്യയും ചേർന്ന് ഹൈജാക്ക് ചെയ്യുകയാണെന്നാണ് സന്ദീപ് ആരോപിച്ചത്. സുരേന്ദ്രന്റെ നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനവും ഉയർത്തി സന്ദീപ് പാർട്ടി വിട്ടു. ഇതെല്ലാം പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്.